ഹായ് ഓൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയെന്നാൽ രണ്ട് ന്യൂസിനെ പറ്റിയാണ്. ഒന്നാമത്തെ ന്യൂസ് എന്ന് വെച്ചാൽ റോമൻ റെയിൻസ് സ്മാക്ഡൗൺ ലൈവിലേക്ക് സൂപ്പർ സ്റ്റാർ ഷേക്കപ്പിലൂടെ വന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് 2-3 എപ്പിസോഡുകളിലായി, അതായത് സ്മാക്ഡൗൺ, റോ അതുപോലുള്ള എപ്പിസോഡുകളിലായി 2-3 ആഴ്ചകളായി ഒരു ഗിമ്മിക്ക് പോലെ, അതായത് ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സെഗ്മെൻറ്റ് WWE മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആരാണ് എന്നാണ് നമ്മൾ അതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, റോമൻ റെയിൻസ് സൂപ്പർ സ്റ്റാർ ഷേക്കപ്പിലൂടെ സ്മാക്ഡൗൺ ലൈവിലേക്ക് വന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, സ്മാക്ഡൗൺ ലൈവ് ഫോക്സ് TV ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ WWE ഫോക്സ് TV ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ സൂപ്പർ സ്റ്റാർസ്, അതായത് നല്ല ഇപ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന റെസ്ലേഴ്സിനെ സ്മാക്ഡൗണിൽ നിലനിർത്തണമെന്നാണ് അവർ ഒരു കണ്ടീഷൻ വെച്ചത്. അതുകൂടാതെ നല്ലൊരു ഫാൻ സപ്പോർട്ടുള്ള അതുപോലത്തെ റെസ്ലേഴ്സിനെല്ലാം കൊണ്ടുവരണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ്റെ പുറത്തായാണ് റാൻഡി ഓർട്ടൺ റോയിലേക്ക് സൂപ്പർ സ്റ്റാർ ഷേക്കപ്പിലൂടെ പോകാത്തതും റോമൻ റെയിൻസ് സ്മാക്ഡൗണിലേക്ക് സൂപ്പർ സ്റ്റാർ ഷേക്കപ്പിലൂടെ വന്നതിനും കാരണം. ഫ്രണ്ട്സ്, അടുത്തതായി ഇതിനെക്കുറിച്ചെന്നാൽ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുറച്ചാഴ്ചകളായി സ്മാക്ഡൗൺ ആയാലും മൺഡേ നൈറ്റ് റോ ആയാലും ആ എപ്പിസോഡുകളിലെല്ലാം ഒരു ഗിമ്മിക്ക്, അതായത് ഒരു സെഗ്മെൻറ്റ്, ഒരു ഗിമ്മിക്ക് പ്രസൻറ്റ് ചെയ്യുന്ന പോലെ ഒരു സെഗ്മെൻറ്റ് WWE മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആരെന്ന് എല്ലാവർക്കും ചെറിയൊരു സംശയമുണ്ടാകാം. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന, അതായത് റോ, ഇക്കഴിഞ്ഞ മൺഡേ നൈറ്റ് റോ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം അത് ബ്രായ്വൈൻ്റെ സെഗ്മെൻറ്റുമായി ചെറിയൊരു ലിങ്കുള്ളൊരു സെഗ്മെൻ്റ് എന്ന് തന്നെ പറയാം. ഒരു പാവ എങ്ങനെ ഇരുന്ന് എങ്ങനെയാണോ ബ്രായ്വൈറ്റ് കസേരയിൽ നിന്ന് ആടുന്നത്, അതേപോലെ തന്നെ അതേ സെയിം സെഗ്മെൻറ്റ് ഒരു പാവയെ വെച്ച് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ബ്രായ്വൈറ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് റൂമറുകൾ പറയുന്നത്. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. മറ്റ് ചില റെസ്ലേഴ്സിനെ പറയുന്നുണ്ട്. ഡോൾഫ് സിഗ്ലർ ഒരു മജീഷ്യൻ ഷോ അപ്പ് എന്നൊരു ക്യാരക്ടറിൽ റിട്ടേൺ ആയിട്ട് വളരെ വലിയൊരു റെസ്ലറെ പോലെ നല്ലൊരു ഫ്യൂഡും കാര്യങ്ങളും സ്റ്റോറി ലൈനെല്ലാം WWE കൊടുക്കാൻ പോകുന്നു എന്നൊരു റൂമർ ന്യൂസും വരുന്നുണ്ട്. ഇത് ആരാന്നൊന്നും ഇതുവരെ അത് കൺഫേംഡ് ആയില്ല. അത് റിട്ടേൺ ആകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.